ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പ് പഴയ നിലയിൽ പുനഃസ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനം. ജനുവരി 1 മുതൽ ക്ഷേത്രത്തിൽ മുൻപുണ്ടായിരുന്ന വിധത്തിൽ ആനകളെ പങ്കെടുപ്പിക്കും. ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ തീരുമാനം. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എല്ലാം പഴയ പോലെ നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? ഗൗതം, ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ആ പ്രതിഷേധങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ അതിനോട് യോജിക്കാത്ത വിധത്തിൽ സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആദ്യമായി തീരുമാനമെടുക്കുകയും ചടങ്ങുകളിൽ ആനകളെ പങ്കെടുപ്പിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്ത ഏക ദേവസ്വം എന്ന് വേണമെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തെ പറയാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കും സെപ്റ്റംബർ 13 ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതിന് പിന്നാലെ തന്നെ ആനകളുടെ എണ്ണം പരിമിതപ്പെടുത്തി ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന എല്ലാ ചടങ്ങുകളിലും അത് നടപ്പിലാക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഏകാദശി ചടങ്ങുകളിൽ അടക്കം ആനകളുടെ എണ്ണം കൃത്യമായി കുറയ്ക്കുകയും ആളുകളും ആനയും തമ്മിലുള്ള അകലവും ജനക്കൂട്ടവുമായിട്ടുള്ള അകലവും എല്ലാം കൃത്യമായി പാലിച്ച് എഴുന്നള്ളിപ്പ് അടക്കം നടത്തുകയും ചെയ്തു ഗുരുവായൂർ ദേവസ്വം ബോർഡ്. ഇത്തരത്തിൽ ആ തീരുമാനവും എടുത്ത് മുന്നോട്ട് പോകുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ സ്റ്റേ ഉണ്ടാകുന്നത്. ആ സ്റ്റേ അനുസരിച്ച് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ബാധകമല്ല എന്നുള്ള നിലയിൽ എത്തിയപ്പോഴാണ് ദേവസ്വം ബോർഡ് ഇന്ന് പ്രത്യേക യോഗം ചേർന്ന് ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്തത്. ജനുവരി 1 മുതൽ പുതുവർഷ പുലരി മുതൽ എല്ലാ തരത്തിലും കാഴ്ചശീവേലി അടക്കമുള്ള ചടങ്ങുകളിൽ പഴയ നിലയിൽ ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചടങ്ങുകളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ദേവസ്വം തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിനാണ് ഇതിനെതിരെ പരോക്ഷ വിമർശനവുമായി പല ദേവസ്വങ്ങളും ഉത്സവ കൂട്ടായ്മകളും മറ്റും രംഗത്ത് വന്നിരുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് അടക്കം ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള ഒരു ദേവസ്വം ബോർഡും ക്ഷേത്രവും ഒക്കെയാണ് ഗുരുവായൂർ. അവർ പോലും ഇത്തരത്തിൽ ഒരു ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് അനുയോജ്യമായ ഒരു തീരുമാനം എടുത്തില്ല എന്നുള്ള വിമർശനത്തിന് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ തീരുമാനങ്ങൾ പിൻവലിച്ച് സുപ്രീം കോടതിയുടെ സ്റ്റേ വന്നതിന് പിന്നാലെ പഴയ നിലയിൽ ആന എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ അടക്കം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗൗതം, ശരി. തൃശ്ശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.